നോമ്പിന്റെ രണ്ടാം ശനിയാഴ്ച നമ്മുടെ ആത്മീയ യാത്രയിലെ മറ്റൊരു പ്രധാന ഘട്ടമാണ്. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഈ ദിവസം സവിശേഷമായ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാം ശനിയാഴ്ച, ആന്തരിക വിശുദ്ധീകരണത്തിന്റെ പാത. രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് നാം അടുക്കുമ്പോൾ നമ്മുടെ നോമ്പ് വെറും ബാഹ്യമായ പ്രകടനമാണോ അതോ ഹൃദയത്തിൽ സംഭവിക്കുന്ന മാറ്റമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1. മരുഭൂമിയിലെ നിശബ്ദത. ഈശോ മരുഭൂമിയിൽ ചിലവഴിച്ച 40 ദിവസങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം നിശബ്ദതയുടെ ശക്തിയാണ്. ഈ ശനിയാഴ്ച നമ്മുടെ തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ മനസ്സിനെ പാകപ്പെടുത്താം. 2. അമ്മയോടൊപ്പം ഒരു പ്രയാണം. ശനിയാഴ്ചകൾ പാരമ്പര്യമായി പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. കുരിശിന്റെ ചുവട്ടിൽ ഉറച്ചു നിന്ന ആ അമ്മയുടെ മാതൃക നോമ്പ് കാലത്തെ നമ്മുടെ പ്രതിജ്ഞകളിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും. നമ്മുടെ വീഴ്ചകളിൽ അമ്മയുടെ മധ്യസ്ഥത തേടാം. 3. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വചനം ഓർക്കാം. നമ്മുടെ ഉപവാസം മറ്റൊരാൾക്ക് ആശ്വാസമാകുന്നുണ്ടോ? ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ വിശക്കുന്നവന് ഒരു നേരം നൽകുന്ന ഭക്ഷണം, ഇവയാണ് യഥാർത്ഥ നോമ്പ്. ഇന്നത്തെ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്തെ രണ്ടാം ശനിയാഴ്ചയിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. എന്റെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കണമേ. ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് നടന്നു നീങ്ങാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക പിന്തുടരാൻ എന്നെ സഹായിക്കണമേ. എന്റെ ചിന്തകളും പ്രവർത്തികളും അങ്ങേക്ക് പ്രീതികരമായിരിക്കട്ടെ. ആമേൻ.